ഏകപക്ഷീയമായിട്ട് നമ്മളൊരു കാര്യത്തെ നോക്കിക്കാണുകയാണെങ്കിൽ സത്യം കണ്ടെത്താൻ പറ്റില്ല എന്നതാണ് അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ദിലീപിനെയും വിശ്വസിക്കാൻ പറ്റില്ല, അതിജീവിതയെയും വിശ്വസിക്കാൻ പറ്റില്ല, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ആരാണ് യഥാർത്ഥത്തിൽ സത്യം പറയുന്നത്? ആരാണ് യഥാർത്ഥത്തിലുള്ള വില്ലൻ? ഇത് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്. ഈ മാർട്ടിനെ വിശ്വാസത്തിലെടുക്കണം. ഗൗതം പറഞ്ഞ പോലെ തന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് കേരള സമൂഹം ഇപ്പം നിൽക്കുന്നത്. മാർട്ടിൻ പറയുന്നതിൽ ജെന്യൂനിറ്റി ഉണ്ട് എന്ന് നമുക്ക് ഒരു വേള തോന്നും. പക്ഷേ എന്തുകൊണ്ട് മാർട്ടിൻ പറഞ്ഞത് ഇതുവരെ കോടതി കേട്ടില്ല, കേരള സമൂഹം കേട്ടില്ല, കേൾക്കേണ്ടവർ കേട്ടില്ല എന്നൊരു സംശയമാണ് നമുക്കുണ്ടാകുന്നത്. സത്യം പറഞ്ഞാൽ മാർട്ടിൻ പറയുന്നതിൽ സത്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നത് അയാൾ പറയുന്നത് ആ സർക്കംസ്റ്റാൻസസ് കൃത്യമായി നടന്ന കാര്യങ്ങൾ പറയുന്ന പോലെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് വശങ്ങളും സംശയം തോന്നുന്നത് പൾസർ സുനി എന്ന് പറയുന്ന കൊടും ക്രിമിനൽ ഈ സംഗതി ഉണ്ടായ ശേഷം കത്തയക്കുന്നത് പോലെ ഇതിനകത്തുള്ള ഡ്രാമ ആരംഭിക്കുകയാണ്. ദിലീപേട്ട ഞങ്ങളിവിടെ ജയിലിലാണ് എന്നൊക്കെ പറഞ്ഞ് ദിലീപിന് കത്തയക്കുന്നത്. ഒരിക്കലും ഈ ഒരു ക്രിമിനൽ ബുദ്ധിയിൽ കൃത്യമായി വരുമാനം കിട്ടുന്ന രീതിയിൽ ചെയ്ത കുറ്റത്തിന് പൈസ വാങ്ങുന്ന ഒരു ക്രിമിനൽ അങ്ങനെ ഒരു കത്ത് ചെയ്ത ആളിന് അയക്കും എന്ന് തോന്നുന്നില്ല, അതും ജയിലിൽ കിടക്കുമ്പോൾ. അതും ഒരു പ്ലാനാണ്. ഇപ്പോൾ ഈ മാർട്ടിൻ പറഞ്ഞിരിക്കുന്നത് ഒരു പ്ലാൻ അല്ലെന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ദിലീപ് ചിലപ്പോൾ ഈ മാർട്ടിനെ കൊണ്ട് പറഞ്ഞതല്ല എന്ന് ആർക്കെങ്കിലും പറഞ്ഞുകൂടെ? ദിലീപിന് ഒരുപാട് സംഗതികൾ ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. ദിലീപ് ഒരു വേള ഇത് പറഞ്ഞു ജയിച്ചാണെന്ന് പറഞ്ഞുകൂടെ? രണ്ടാമത്തെ പ്രതിയാണ് മാർട്ടിൻ. അതെ, ഇത് ദിലീപ്. കാര്യം മാർട്ടിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ലാലിൻ്റെ പ്രൊഡക്ഷൻ ഹൗസായ ലാൽ കമ്മ്യൂണിക്കേഷൻ, എന്താ അതിൻ്റെ പേര്, അവിടെ നിന്ന് അദ്ദേഹത്തിന് ഈ പറയുന്ന ലാൽ ക്രിയേഷൻസിൽ നിന്ന് അദ്ദേഹത്തിന് വണ്ടി കൊടുത്തയക്കുന്ന ലാലിൻ്റെ വണ്ടിയാണ്. ലാലിൻ്റെ വണ്ടിയിലൊക്കെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. ലാലിൻ്റെ വണ്ടിയിലേക്ക് അദ്ദേഹം പോകുന്നതിന് മുമ്പ് പറയുന്നത്, നടിയുടെ വീട്ടിലേക്ക് ചെല്ലുക, നടിയുടെ അമ്മ അവിടെ ഉണ്ടാകും, നടി നിൻ്റെ വണ്ടിയിലേക്ക് കയറി കഴിയുമ്പോൾ നീ നിൻ്റെ മൊബൈൽ ഫോൺ നടിക്ക് കൊടുക്കുക. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത്രയും ഒരു കള്ളത്തരമൊക്കെ ഇത്രയും ഒരു അതിബുദ്ധിയായിട്ടൊക്കെ പറയേണ്ടി വരുമോ? കാര്യം ഇതിങ്ങനെ നടി അവിടെ മുതൽ വണ്ടി യാത്ര തുടങ്ങിയത് മുതൽ അവസാനം വരെ നടി ഇയാളുടെ ഫോൺ ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കൃത്യമായി ആ ചെറുപ്പക്കാരന് നടന്ന രംഗങ്ങൾ സീൻ ബൈ സീനായിട്ട് പറയുക. അത്രയും ഒരു കള്ളം ഒരാൾക്ക് പറയാൻ കഴിയുമോ? ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം, ഇതിൻ്റെ അറസ്റ്റ് നടന്ന സമയത്ത് തന്നെ ഈ ചെറുപ്പക്കാരൻ വിളിച്ച് പറയുന്നുണ്ട്, ഇത് ഞങ്ങൾ ചെയ്തതല്ല, ഞങ്ങളെ കൊണ്ട് ഇന്നാരെല്ലാം ചെയ്യിപ്പിച്ചാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനൊരു എന്തായാലും ഒരു സുതാര്യത ഇല്ലാതിരിക്കില്ല, ഒരു കുറച്ചെങ്കിലും സത്യസന്ധത. ഇപ്പം മാർട്ടിനെതിരെ പോലീസ് പരാതി എടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെ പരാതി എടുക്കും, കേസെടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പല ആളുകളും, ലക്ഷക്കണക്കിന് ആളുകൾ കുടുങ്ങാൻ പോകുന്നു എന്നാണ് തോന്നുന്നത്. അങ്ങനെ എത്ര പേര് ആ വീഡിയോ പ്രചരിപ്പിച്ചിട്ടുണ്ടല്ലേ. ഇവിടെ ഒരു അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിലീപിനെ ഇതിൽ കുടുക്കുക ദിലീപ് തന്നെയാണ്, ഒരു സംശയമില്ല. കോടതി കണ്ടെത്തിയിട്ടില്ലെങ്കിലും ആര് കണ്ടെത്തിയിട്ടില്ലെങ്കിലും നമുക്കുറപ്പാണ്, നമുക്ക് 112% ഉറപ്പാണ്, ദിലീപ് തന്നെയാണ് ഈ ഗൂഢാലോചന ചെയ്തത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നമുക്കൊരു തോന്നൽ ദിലീപ് തന്നെയാണ് ചെയ്തിട്ടുണ്ടാവുക. ഈ വിചാരണയാണ്, ഈ ആൾക്കൂട്ട വിചാരണയാണ് വാസ്തവത്തിൽ നിലവിൽ അദ്ദേഹത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏകപക്ഷീയമായിട്ട് ഈ വിഷയത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഏറ്റവും ഏകപക്ഷീയമായിട്ട് ഈ വിഷയത്തെ ഇപ്പം നോക്കിക്കാണുന്നത് ഈ ദിലീപിനെ ആക്രമിക്കുന്നവരാണ്, ദിലീപിനെ അധിക്ഷേപിക്കുന്നവരാണ്. അവർക്ക് ഈ മാർട്ടിൻ്റെ പറഞ്ഞത് സത്യമാണോ, മാർട്ടിൻ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഗൂഢാലോചന സംഭവിച്ചിട്ടുണ്ടാവില്ലേ, ദിലീപിനെ കൊടുക്കാൻ ആരെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടാകുമോ, ഈ ചിന്തകളൊന്നും, ഈ ചോദ്യങ്ങളൊന്നും ഈ ഏകപക്ഷീയമായിട്ട് ദിലീപിനെ ആക്രമിക്കുന്ന ചില രാഷ്ട്രീയക്കാരുണ്ട്, രാഷ്ട്രീയം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്, അവരുടെ തലയിൽ പോകില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്. അതൊരു വലിയൊരു പ്രശ്നമാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ദിലീപിനെ ഇതിൽ പെടുത്തുക, ദിലീപ് തന്നെയാണ് ഇതിൻ്റെ കാരണക്കാരൻ എന്നങ്ങ് സ്ഥാപിക്കുക. അതാണ് ആ വാക്കാണ്, സ്ഥാപിക്കുക. തെളിവുകൾ വേണ്ട, മറ്റൊരു കാര്യവും വേണ്ട, ഒരു കുന്തവും വേണ്ട, അങ്ങ് സ്ഥാപിക്കുക.
ദിലീപ് തന്നെയാണ് കുറ്റക്കാരൻ, ദിലീപ് തന്നെയാണ് കുറ്റക്കാരൻ, ദിലീപ് തന്നെയാണ് കുറ്റക്കാരൻ, ഇങ്ങനെ അങ്ങ് സ്ഥാപിക്കുക. ഇതൊരു തരം ബ്രെയിൻ വാഷിംഗ് ആണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദിലീപ് താൻ കുറ്റക്കാരനല്ല എന്ന് കോടതി കണ്ടെത്തിയതിന് ശേഷം വെളിയിൽ വന്നപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞതെന്താ, മഞ്ജു വാര്യർ ഗൂഢാലോചന പറഞ്ഞതിന് പിന്നാലെയാണ് ഇതിന് പിന്നിലുള്ള എല്ലാ ഗൂഢാലോചനയും വന്നതെന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അല്ല, അതിൽ ഗൗതം ഈ പറഞ്ഞൊരു പോയിന്റ്, ഒരു സ്ത്രീ അത് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പുരുഷനെതിരെ ഒരു സ്ത്രീയുടെ കമൻറ്റ് പറയുമ്പോൾ അതിനെ സമൂഹം മുഴുവലിക്കെടുക്കുള്ളൂ. അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിൽ പോലും അയാൾ നിരപരാധിയായിരിക്കും, ആ പുരുഷൻ നിരപരാധിയായിരിക്കും. പക്ഷെ സ്ത്രീ വിളിച്ച് പറയുന്ന അങ്ങനെയുള്ള കാര്യം ഞാൻ അവിടെയാണ് ഈ വിഷയത്തെ അതിജീവിത പറഞ്ഞത് ഒരു സ്ത്രീയാണ് അതിജീവിത. അപ്പൊ അല്ല, ഇവിടെ വേണ്ടത് എന്താണ്? ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, സത്യം കണ്ടെത്താൻ തുറന്ന സമീപനം. അതൊരിക്കലും നടക്കില്ല. ഈ തുറന്ന സമീപനത്തിലൂടെ കാര്യങ്ങളെ വീക്ഷിക്കുമ്പോൾ മാത്രമേ സത്യമാണ് നിങ്ങൾ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അത് പക്ഷേ ആർക്കില്ല. അത് ഏറ്റവും കൂടുതൽ ഇവിടെ ഇല്ലാത്തത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിനെ എതിർക്കുന്ന ആളുകൾക്ക്. ദിലീപിൻ്റെ സിനിമ കാണരുത്, അത് ബോയ്ക്കോട്ട് ചെയ്യണം, അതൊരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്, അതൊരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമായിട്ട് ചെയ്യുന്നതാണെന്നൊക്കെ പറയുന്ന കുറച്ച് പേരുണ്ട്. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഇറങ്ങിയിട്ടുണ്ട്, പുരോഗമനക്കാരാണ് തങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പ്. അവർക്ക് യഥാർത്ഥത്തിൽ ഈ സത്യം കണ്ടെത്തണം എന്ന് പറയുന്ന എന്തെങ്കിലും ആത്മാർത്ഥപരമായിട്ടുള്ള താല്പര്യമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. യഥാർത്ഥത്തിൽ സംശയിക്കേണ്ടി വരുന്നു എന്നുള്ളത്. ഒരുപാട് കാരണങ്ങളുണ്ട്. വേടൻ നമുക്കറിയാലോ, വേടൻ ബെഡ്റൂമിൽ ഒരു സൈക്കോപാത്തായിട്ട് പെരുമാറുന്ന ഒരാളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. അതിജീവിതകൾ നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ, ഒരു പരാതിയല്ല, 2 പരാതിയല്ല, ഒന്നിലധികം പരാതികൾ. ഇപ്പം അദ്ദേഹത്തെ കോടതി കുറ്റവിമുക്തനാക്കിയെന്ന് തോന്നുന്നു, ജാമ്യമൊക്കെ ലഭിച്ചിപ്പോൾ വേടൻ പുറത്ത് വിദേശത്ത്. വേടൻ്റെ ഈ ബെഡ്റൂമിൽ സൈക്കോപാത്തായിട്ടുള്ള ഒരുപാട് അതിജീവിതകളെ ഉണ്ടാക്കിയ വേടൻ്റെ രാഷ്ട്രീയ പാട്ടുകൾ കേൾക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ട്, തിരക്ക് കൂട്ടുക ആളുകൾ, ജനം പൊതിയാണ് വേടനെ ഇത് കാണാനായിട്ട്. ഈ ദിലീപിൻ്റെ പടം കാണരുത് എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, ബോയ്ക്കോട്ട് ചെയ്യണം എന്ന് പറയുന്ന ഈ ആളുകളുണ്ടല്ലോ, ഈ ആളുകൾ എപ്പോഴെങ്കിലും ഈ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ട് ഒരുപാട് അതിജീവിതകളെ ഉണ്ടാക്കിയ ഒരാളാണ് വേടൻ. സർക്കാർ സ്പോൺസേർഡ് ആയിട്ടുള്ള രീതിയിൽ പോലും വേടന് പിന്തുണ കിട്ടുന്നു, പരിപാടികൾ കിട്ടുന്നു. ആ വേടൻ്റെ പാട്ടുകൾ കേൾക്കാതിരിക്കുന്നതും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു ചോദ്യം. അതിൽ വൻ രാഷ്ട്രീയമുണ്ട്. കാര്യം ദിലീപ് ഇതാണ് ഇവിടെ വെറും രാഷ്ട്രീയം നല്ലതാണ്, വെറും ഈ നിറം പിടിപ്പിച്ച കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ബേസിൽ മാത്രം ഈ വിഷയത്തെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യഥാർത്ഥത്തിലുള്ള സത്യം കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും ദിലീപിനെ ആക്രമിക്കുന്നവർ, ദിലീപിൻ്റെ സിനിമ കാണരുത് എന്ന് പറയുന്നവർ ഇതാണ് ചെയ്യുന്നത്. വാസ്തവമല്ലേ? താങ്കൾ പറയും, വാസ്തവമല്ലേ ഞാൻ പറഞ്ഞത്? അല്ല, ഈ കേസ് ഉണ്ടായിക്കഴിഞ്ഞ് 2017 ഈ സംഭവം എറണാകുളത്ത് നടക്കുമ്പോൾ അന്നൊക്കെ ഞാൻ അന്നും ഇവിടെ എറണാകുളത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഒരു അമ്പലത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ആ അമ്പലത്തിൽ ഈ റെസിറ്റ് എഴുതാതിരിക്കുന്ന ചെറുപ്പക്കാർ പറയുകയാണ്, ചേട്ടാ അത് ദിലീപാണ് അതിന്റെ പിന്നിൽ. അത് ചേട്ടന് മനസ്സിലായില്ലേ? ഇവരോട് ആര് പറഞ്ഞു? നിങ്ങളോട് എൻ്റെ അടുത്ത് ബേസിക്കലി ഉള്ള ചോദ്യം ഇതാണ്. ഞാൻ പല ആളുടെ ഈ ചോദ്യം ചോദിച്ചു, നിങ്ങളോട് ആരാണ് അങ്ങനെ ഒരു കഥ? നിങ്ങളോട് ദൈവം എന്താണ് ഉറക്കത്തിൽ വന്നിട്ട് പറഞ്ഞോ ദിലീപാണ് എന്തെങ്കിലും ഒരു തെളിവ്, ഒരൊറ്റ തെളിവ് ഒന്ന് കാണിച്ചു തരൂ, ഒരൊറ്റ തെളിവ് കാണിച്ചു തരൂ ദിലീപാണ് എന്ന് പറയുന്നത്. നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. ദിലീപിനെ തൂക്കിക്കൊല്ലുകയാണ് അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ദിലീപാണെങ്കിൽ ഈ കാര്യത്തിൽ ഒരു സംശയമില്ല, ആ കാര്യത്തിൽ ദിലീപാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെങ്കിൽ, ദിലീപാണ് ഈ നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയെങ്കിൽ ദിലീപിനെ വെടിവെച്ച് കൊല്ലണം. പക്ഷേ ദിലീപാണോ? നമുക്കറിയില്ല. ഇത് തുടക്കം നമുക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ നമുക്കറിയില്ല. പറയുമ്പോൾ തന്നെ ദിലീപാണ് എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് എന്തെങ്കിലും ഇങ്ങനെ പറയുന്നത്?
അവിടെ മുതൽ അത് ഒരു ദിവസം കഴിഞ്ഞതേ ഉള്ളൂ, 1-2 ദിവസം കഴിഞ്ഞ് നാട്ടിൽ പോകുമ്പോഴാണ് കേൾക്കുന്നത്. അവിടെ മുതൽ ദിലീപിൻ്റെ പേരിൽ ചാർത്തിപ്പെടുകയാണ്. പക്ഷേ ഇതിനകത്ത് വളരെ നിഗൂഢത ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. വളരെ കാര്യം ഈ വണ്ടിയുടെ RC ഓണർ എന്ന് പറയുന്ന ലാലാണ്. ലാലിനെ എന്തുകൊണ്ട് ഇതുവരെ ചോദ്യം ചെയ്തില്ല? ലാലിൻ്റെ മകൻ ഈ മാർട്ടിൻ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ലാലിൻ്റെ മകൻ സംവിധാനം ചെയ്ത സിനിമയാണ് ആ സിനിമയുടെ ഡബ്ബിംഗ് ആണ്, പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് അടക്കാൻ വേണ്ടിയാണ് ഈ നടിയെ വിളിക്കാൻ പോയിരിക്കുന്നത്. എന്നിട്ട് ഈ മാർട്ടിൻ പറയുന്നത് അങ്ങനെ ഒരു സീൻ അവിടെ ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. എങ്കിൽ ഈ മാർട്ടിനെ കുറച്ചു നേരം സുനി എന്ന് പറയുന്ന കൊടും ക്രിമിനൽ വണ്ടിയുടെ ഡ്രൈവിംഗ് സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് നീ പിറകെ വരുന്ന വണ്ടി കയറിക്കോ എന്ന് പറഞ്ഞ് മാർട്ടിനെ ഇറക്കി പുറത്ത് XUV കാറിൽ നിന്ന് ഇറക്കി പുറകിൽ വരുന്ന കാരവനിൽ പറഞ്ഞയച്ച സമയമുണ്ട്. എങ്കിൽ മാർട്ടിനെ അറിയാതെ സുനി അടങ്ങുന്ന ഒരു സംഘം ആ സമയത്ത് ഇത് ചെയ്തോ എന്നെങ്ങനെ അറിയാം? കാറിനകത്ത് ഇങ്ങനൊരു സംഭവം നടന്നെങ്കിൽ മാർട്ടിൻ അറിയാതെ നടന്നതാണെന്ന് പറയാം. അതുമാത്രമല്ല, മാർട്ടിൻ പറയുന്നത് ഈ ഫോൺ ഇതുവരെ അവൻ്റെ കയ്യിൽ തിരിച്ചു കിട്ടിയിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ് മാർട്ടിൻ ഈ നടിയെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനൊരു സംഭവം നടന്നു എന്നുണ്ടെങ്കിൽ, മാർട്ടിനാണ് ഈ സ്റ്റിയറിംഗ് തിരിച്ചു എന്നുണ്ടെങ്കിൽ, മാർട്ടിൻ ഒരു അത്രയും മണ്ടനാവണം ഈ നടിയെയും കൊണ്ട് അവിടെ തിരിച്ചു കൊണ്ടങ്ങ് ആക്കി കൊടുക്കാൻ, വഴി കളഞ്ഞിട്ട് ഇവരങ്ങ് പോയാൽ പോരെ. ഇപ്പോൾ ഒരു കൊടും ക്രിമിനൽ ആണെങ്കിൽ ഇപ്പോൾ സുനി വഴിയിൽ നിന്ന് കളഞ്ഞിട്ട് പോയല്ലോ. എൻ്റെ സംശയം ഇതാണ്, മാർട്ടിൻ ഇതിനകത്ത് പെടുത്തുകയാണ് അല്ലെങ്കിൽ താൻ പെട്ടുപോയി എന്ന് അറിയുന്നത് ലാലിൻ്റെ അടുത്ത് എന്ന് കഴിയുമ്പോഴാണ് എന്റെ സംശയം. കാര്യം ഒരു ക്രിമിനൽ സ്വാഭാവികമായി ചിന്തിച്ചു പോകുന്നത്, ഒരു ക്രിമിനാലിറ്റി ചെയ്യാനായി, ഈ കൊടും കൃത്യം ചെയ്യാനായി ഇറങ്ങിയെങ്കിൽ ഈ കാറിനകത്ത് നടന്ന കോലാഹലം, ഈ സംഭവങ്ങൾക്ക് അവൻ സാക്ഷിയാണെങ്കിൽ സുനി എസ്കേപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ നടിയെ ഇട്ട് ഈ വണ്ടി ഇട്ടിട്ട് ഇറങ്ങി ഓടത്തില്ലേ? അതായത് ചേട്ടൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നിങ്ങൾ യഥാർത്ഥത്തിൽ അതിജീവിതയ്ക്കൊപ്പമാണെങ്കിൽ, നമ്മൾ യഥാർത്ഥത്തിൽ അതിജീവിതയ്ക്കൊപ്പമാണ്, പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ദിലീപാണ് ഇതിന് പിന്നിൽ, ദിലീപാണ് എന്ന് പറയാൻ സൗകര്യമില്ല എന്നതാണ് നമ്മുടെ നിലപാട്. അപ്പം ചേട്ടൻ പറഞ്ഞു വന്നത്, ഈ മാർട്ടിൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയും? അതിജീവിതയ്ക്കൊപ്പമാണ് നിങ്ങളെങ്കിൽ, സ്ത്രീക്കൊപ്പമാണ് നിങ്ങളെങ്കിൽ, യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് മാർട്ടിൻ ഇത് പറയുന്നു? ഇതിന് പിന്നിൽ യഥാർത്ഥത്തിൽ ദിലീപിനെ കൊടുക്കാനുള്ള ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറയാൻ വേണ്ട, അതല്ലേ പറയേണ്ടത്? തീർച്ചയായിട്ടും. അല്ല, സിനിമയ്ക്കകത്തുള്ള ഇവരുടെ ബദ്ധവൈര്യം സമൂഹത്തിന് ചർച്ചയാകത്തക്ക രീതിയിൽ ഒരു വിഷയമാക്കിയിട്ട് ആരാണ് ഇതിന്റെ പിറകിൽ ഇറങ്ങിയത്? നമുക്കൊക്കെ 100 പണിയുണ്ട്. അല്ല, ദിലീപിന്റെ ഇവരുടെ സിനിമയ്ക്കകത്ത് ഒരു കാര്യം കാര്യമില്ല. ഇപ്പം ബുക്ക് മൈ ഷോ ഒന്ന് എടുക്കുക. ഞാനിപ്പോ ഇന്ന് രാവിലെ തന്നെ എനിക്ക് കാണാൻ പറ്റിയില്ല, വൈകിട്ട് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ബുക്ക് മൈ ഷോയിൽ ബുക്ക് ചെയ്തിട്ട് ടിക്കറ്റ്. അപ്പോൾ റെക്കോർഡ് ബുക്കിങ്ങിനാണ് ഈ സിനിമ ഇപ്പോൾ ഇതിന്റെ ടിക്കറ്റുകൾ വിൽപ്പന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിഭയങ്കരമായിട്ടുള്ള ബുക്കിംഗ് ആണ്. വരും ദിവസങ്ങളിലും നല്ല റിപ്പോർട്ടാണ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും വൻ ഹിറ്റായിട്ട് പടം മാറും. പ്രത്യേകിച്ച് അതിൽ മോഹൻലാൽ ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, മാസ് പടമാണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ കാണാൻ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. പക്ഷേ ബോയ്ക്കോട്ട് ചെയ്യണം, യാതൊരു തെളിവുമില്ലാതെ കോടതി കുറ്റവിമുക്തനാക്കിയ ഒരാളുടെ സിനിമ യാതൊരു തെളിവിൻ്റെയും അടിസ്ഥാനമില്ലാതെ വെറും തോന്നൽ, വെറും സംശയം, ഇതൊരു മാനസിക രോഗമാണ്, വെറും സംശയത്തിൻ്റെ പുറത്ത്, വെറും തോന്നലിൻ്റെ പുറത്ത് വഴി പോകുന്ന ആളുകളൊക്കെ കുറ്റക്കാരനാണോ? എനിക്ക് തോന്നി അയാൾ കുറ്റക്കാരനാണെന്ന്, അപ്പോൾ അയാൾ കുറ്റക്കാരൻ. എനിക്ക് തോന്നി മറ്റേ ആളാണ് കൊല ചെയ്തത് എന്ന് വെച്ചാൽ അയാൾ. ഇതൊരു മാനസിക രോഗമാണ്. ഈ സംശയം വല്ലാത്ത രീതിയിൽ സംശയമുണ്ടെങ്കിലും താൻ പറയുന്ന സംശയമാണ് യഥാർത്ഥത്തിലുള്ള സത്യം എന്നും ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതെന്തോ തരത്തിലുള്ള മാനസിക പ്രശ്നമായിട്ട് വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് അന്വേഷണമാണ് വേണ്ടത്. ഇപ്പം മാർട്ടിൻ അടക്കം പല രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തി. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനിടയായി. അതിൽ ഒരു വളരെ നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക പറയുന്നതെന്ന് പറയുന്നത്, ദിലീപിൻ്റെ സിനിമ കാണാതിരിക്കുന്നത് ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെ ഭാഗമാണെന്നാണ്. അയാളുടെ സിനിമ കാണുമ്പോൾ ഓർക്കേണ്ടത് ആക്രമിക്കപ്പെട്ട സ്ത്രീയെയാണ് എന്നും പറയുന്നു. പുരോഗമന സ്വഭാവമുള്ള സംഘടനകളൊക്കെയും ഈ ബഹിഷ്കരണത്തിൻ്റെ രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെ ഭാഗം സ്വീകരിക്കണമെന്നും ഇവർ പറയുന്നുണ്ട്. നമ്മളൊക്കെ ബഹുമാനിക്കുന്ന മാധ്യമ പ്രവർത്തകയാണ്. പക്ഷെ അതിൽ പല രീതിയിലുള്ള പെശകുണ്ട്. കാരണം വേടൻ്റെ പാട്ട് കേൾക്കുമ്പോഴും ആക്രമിക്കപ്പെട്ട സ്ത്രീയെ നിങ്ങൾക്ക് ഓർമ്മ വരുമോ? ഒന്നും പറയാനില്ല. അല്ല, നിങ്ങൾക്ക് ഓർമ്മ വരുമോ? അതെ, അല്ല, ഓർമ്മ വരേണ്ടതല്ലേ? ഓർമ്മ വരേണ്ടതാണെങ്കിൽ എന്ത് ചെയ്യും? അല്ല, ഓർമ്മ വരേണ്ടതാണെങ്കിൽ എന്ത് ചെയ്യും? ഓർമ്മ വരേണ്ടതാണെങ്കിൽ അവർക്ക് വേണ്ടി പറയും നിങ്ങൾ ശരിക്കും പാട്ട് കേൾക്കരുതെന്ന് പറയും. ഒന്നിലധികം അതിജീവിതകൾ. അല്ല ഗൗതം, ഇതിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ദിലീപിന്റെ രാഷ്ട്രീയം വേറെ, ഭരണത്തിരിക്കുന്നവരുടെ രാഷ്ട്രീയം വേറെ. പോയിന്റ്. അത് തന്നെയാണ് കറക്റ്റ്. ദിലീപ് ഒരു കോൺഗ്രസ്സുകാരനാണ്.
ദിലീപ് ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് ഇവർക്കൊക്കെ അറിയാം. അതായത് ഈ സംഭവം കോൺഗ്രസ്സുകാരനായ ദിലീപിനെ കുടുക്കുക. ഇപ്പൊ പി ടി കുഞ്ഞു മുഹമ്മദിനെതിരെ ഇപ്പം WCC രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പി ടി കുഞ്ഞു മുഹമ്മദിനെതിരെ ഒരാൾ മിണ്ടുന്നില്ല. സഖാവായതുകൊണ്ടാണ് അതെ 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 സഖാവായതുകൊണ്ടാണ് കുഞ്ഞു മുഹമ്മദിനെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും മിണ്ടാതിരിക്കുന്നത്. അതെ. അപ്പോ ഈ നാറിയകളെ രാഷ്ട്രീയം നല്ലതാണ്, പക്ഷെ ഈ നാറിയ കക്ഷി രാഷ്ട്രീയത്തിന്റെ കണ്ണിൽ മാത്രം ചില വിഷയങ്ങളെ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാല് സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സത്യം കണ്ടെത്താൻ പറ്റില്ല. ഗൗതം, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഇതിനിടയിൽ പ്രോസിക്യൂഷൻ തയ്യാറാക്കിയ തിരക്കഥയുണ്ട്. ആ തിരക്കഥ ഈ ജഡ്ജ്മെന്റ് പുറത്തു വന്ന ശേഷം ഇന്നലെ ഗൗതം പറഞ്ഞില്ലേ, നമ്മുടെ ആ പ്രമുഖനായ ഒരു രാജേഷ് അയാളുടെ പേര്, ചർച്ചകൾ പങ്കെടുക്കുന്ന ഒരാൾ അയാളുടെ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, ശ്രീജിത്ത് പണിക്കർ. ഈ ശ്രീജിത്ത് പണിക്കർ ആ പറഞ്ഞിരിക്കുന്ന വീഡിയോകൾ സാധാരണക്കാരിലെ ലക്ഷങ്ങളാണ് അത് കണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ പ്രോസിക്യൂഷന് ഒരു തരി പോലും ദിലീപിനെതിരെ ഒരു തെളിവുണ്ടാക്കാൻ ഈ കേസ് കഴിഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീജിത്ത് പണിക്കർ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ്. കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ശ്രീജിത്ത് പണിക്കറിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കയ്യടി കൊടുക്കണം. തീർച്ചയായിട്ടും. കാരണം ഒരു ചാനലുകാരനും ഈ തെളിവിനെ കുറിച്ച് ഞാൻ മാധ്യമങ്ങള് ഞാൻ പറയട്ടെ, ഈ എന്താണ് ബഹിഷ്കരിക്കണം എന്ന് പറയുന്ന ഈ ഇത്തരത്തിലുള്ള പുരോഗമന മാധ്യമ പ്രവർത്തകരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ ഈ വിധി യഥാർത്ഥത്തിൽ വായിച്ചു നോക്കിയോ? തീർച്ചയായിട്ടും ഈ വിധി വായിച്ചു നോക്കണം. ഒരു പ്രോസിക്യൂഷനാണ്. ഇത്രയും പ്രമാദമായി നമ്മള് ആ ജഡ്ജിയൊക്കെ ഇവിടെ എല്ലാവരും കുറ്റം പറഞ്ഞു. വളരെ പ്രമാദമായ ഒരു കേസാണ്. ആ കേസിന് പ്രോസിക്യൂഷൻ ഇത്രയും തെളിവുകൾ കൊടുത്തിട്ടും നഖശികാന്തം അവർ വളരെ നന്നായിട്ട് നോക്കിയിട്ടാണ് ഈ വിസ്താരം നടത്തിയിരിക്കുന്നത്. ഈ വിസ്താരത്തിൽ ഒരിക്കലും ഒരു ഫേക്ക് ആയിട്ടുള്ള കാര്യം ചെയ്യില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാര്യം ദിലീപിന്റെ ഈ കേസിൽ 8ാം പ്രതി എന്ന് പറഞ്ഞ് അയാളെ ചാർത്തി എന്നുണ്ട്. ഇതിൽ എനിക്ക് വേറെ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദിലീപ് ഒരു മിമിക്രി താരത്തിൽ നിന്ന് സിനിമാതാരമായതാണ്. വലിയ സിനിമാതാരമായി എല്ലാ മേഖലയിലും അദ്ദേഹം കടന്നുകൂടി. അതുകൊണ്ടുള്ള അസൂയ, ജലസി തീർച്ചയായിട്ടും പുള്ളിയുടെ അടുത്ത് ഉണ്ടാകും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പുള്ളിയെ കൊടുക്കാനുള്ള ശ്രമങ്ങൾ അതൊക്കെ ഉണ്ടാകും. പക്ഷെ ഇത്രയും ബുദ്ധിമാനായിട്ടുള്ളൊരു ദിലീപ് ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു വിവരംകെട്ട തരമായിട്ടുള്ള ഒരു പ്ലാനിങ് ചെയ്യില്ല, ഒരിക്കലും ചെയ്യോ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം നമുക്ക് പറഞ്ഞ സംസാരം അവസാനിപ്പിക്കാം. അതായത് പൾസർ സുനി വിസ്താരവേളയിൽ ദിലീപുമായി ബന്ധമില്ല എന്ന് പറഞ്ഞതായി ഇപ്പോൾ വാർത്ത വരുന്നുണ്ട്. പൾസർ സുനി തുടക്കത്തിൽ കത്തയച്ചെന്ന് പറഞ്ഞ പൾസർ സുനി വിസ്താരവേളയിൽ ദിലീപുമായി, കത്ത് പോലും ഫേക്ക് ആണ്, പൾസറിന്റെ കൈയക്ഷരമല്ല. അപ്പൊ ആരത് എഴുതിപ്പിച്ചു. അപ്പൊ ഇതിനകത്ത് ഒരു വെൽ സ്റ്റോറി, ഒരു നല്ല സിനിമയെ വെല്ലുന്ന തിരക്കഥ ഇതിനകത്തുണ്ടായിട്ടുണ്ട്. എൻ്റെ മനസ്സ് പറയുന്നു, പക്ഷേ മനസ്സ് പറയുന്നത് സത്യമാവണമെന്നില്ല, എങ്കിലും മനസ്സ് പറയുന്നു, ദിലീപ് ഒരു വമ്പൻ ട്വിസ്റ്റാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത്. അതായത് യഥാർത്ഥത്തിലുള്ള ആളുകൾ 8 വർഷം തന്നെ കുടുക്കിയെങ്കിൽ അധിക്ഷേപിച്ച, തൻ്റെ സിനിമകൾ കാണാതിരുന്ന, കരിയർ നശിപ്പിച്ച ആളുകൾക്ക് വേണ്ടി യഥാർത്ഥ സത്യം ദിലീപ് തന്നെ മറ്റൊരു കാര്യം നമുക്ക് പറയാം. മറിച്ച് അതിജീവിത പറഞ്ഞതിലാണ് സത്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന ഈ ദിലീപിനോട് എനിക്ക് ഈ കാണുന്ന ഒരു അനുകമ്പ നേരെ തിരിച്ചാകാനും സാധ്യത. ദിലീപാണ് ഇതിൽ നിരപരാധി എന്ന് വല്ല കാര്യം പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അല്ല, തീർച്ചയായിട്ടും എന്തായിരിക്കും അവസ്ഥ? അത് വരട്ടെ. സത്യം രണ്ടു കൂട്ടർക്കും പുറത്തു വരേണ്ടത് ആവശ്യമാണ്. പിന്നെ ഒന്നുകൂടെ, ഈ അതിജീവിത തൻ്റെ പേര് മാർട്ടിൻ ആ പറയുന്ന വീഡിയോയിൽ പറയുന്ന പറഞ്ഞാൽ ഈ അതിജീവിത തന്നെയാണ് തൻ്റെ പേര് പറയുന്നതിൽ തനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടത് ഓർമ്മയുണ്ടല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ മറ്റൊന്നുമില്ല. ഇത് നല്ലൊരു നിഗൂഢത ഇതിനകത്ത്, ഒരു ഗൂഢ പദ്ധതി ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. ഞാൻ നമ്മൾ സംസാരത്തിനിടയിൽ പറഞ്ഞ പോലെ സാധാരണക്കാരന് ഇവരുടെ സിനിമയ്ക്കകത്തുള്ള കുടിപ്പകയൊന്നും അറിയാൻ യാതൊരു താല്പര്യവുമില്ല. പക്ഷേ ഇത് പൊതുജന മധ്യത്തിൽ എത്തപ്പെട്ട സ്ഥിതി എന്തായാലും ദിലീപാണ് ഇതിലെ പ്രശ്നക്കാരൻ, ദിലീപ് തന്നെയാണ് ഇതിൽ ഗൂഢാലോചന നടത്തിയത് എന്ന് പറഞ്ഞ് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ട് ഇരിക്കുകയും ആളുകളെ അങ്ങനെ ഒരു അതാണെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന പ്രവണത തെറ്റാണ്. കാരണം നമ്മുടെ മുമ്പിൽ തെളിവുകളില്ല. നമ്മുടെ മുമ്പിൽ കോടതിയുടെ കണ്ടെത്തൽ പ്രകാരം ദിലീപ് കുറ്റക്കാരനല്ല. അതുകൊണ്ട് ദിലീപാണ് ഇതിന് പിന്നിലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ സംശയിക്കാം. പക്ഷെ ആ സംശയത്തിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണമെങ്കിൽ തെളിവ് വേണം. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടത്. അല്ലാതെ ദിലീപിന്റെ സിനിമകൾ കാണരുത്. അല്ല ഗൗതം, എനിക്കൊരു കാര്യം പറയാം. ഇങ്ങനെയൊക്കെ പറയുന്നത് ശുദ്ധ പിന്തിരിപ്പൻ പരിപാടി. എനിക്കിതിൽ ഒരു കാര്യം പറയാനുണ്ട്. ഗൗതം പറയാൻ വിട്ടുപോയതാണെന്ന് എനിക്കറിയില്ല. പോലീസിന് ഇതിൽ നിർണായകമായ പങ്കില്ലേ? പ്രോസിക്യൂഷൻ തയ്യാറാക്കിയ ഈ കേസിനെ സംബന്ധിച്ചുള്ള സ്റ്റോറിയിൽ
പോലീസിന് നിർണായകമായ പങ്ക്. 8 വർഷം ആരാ ഇത് അന്വേഷിച്ചത്? ഇത് പോലീസ് ആരാ അന്വേഷിച്ചത്? പിണറായിയുടെ പോലീസ് അന്വേഷിച്ചത്. വെറുതെ കണ്ടെത്താൻ പറ്റിയില്ലേ? അവർ കണ്ടെത്താൻ കഴിഞ്ഞില്ലേ? അപ്പം എന്താണ് സർക്കാരിന്റെ സഹായം കിട്ടിയിട്ടുണ്ടാവും? അറിയില്ല. ഏതായാലും പോലീസ് ശ്രീജിത്ത് പണിക്കരുടെ വീഡിയോ നിങ്ങൾ ഫുള്ള് കേട്ട് നോക്കണം. 5 വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു. അതിലെല്ലാം തന്നെ ഇവർ കൊടുത്ത തെളിവുകളെല്ലാം ഒന്നുമല്ലാതായി പോവുകയാണ്. കാര്യം ടെന്നീസ് കോർട്ടിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ കയ്യൊപ്പ് ഫോട്ടോ എന്ന് പറഞ്ഞ് സുനി പിറകെ നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് കള്ളമായിരുന്നു. ടെന്നീസ് കോർട്ടിൻ്റെ മാനേജറെ കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ പറഞ്ഞ് പഠിപ്പിച്ച് കുറേ കാര്യങ്ങൾ ചെയ്തു. അത് പൊളിഞ്ഞുപോയി. അബാദ് പ്ലാസയിൽ കൊണ്ടുപോയി ദിലീപിൻ്റെ തെളിവെടുത്തു. അത് പൊളിഞ്ഞുപോയി. എല്ലാം പൊളിഞ്ഞപ്പോഴാണ് എന്തിനീ ജഡ്ജിയൊക്കെ വെറുതെ കുറ്റം പറഞ്ഞു. ഒരിക്കലും ഇത്രയും പ്രമാദമായ ഒരു കേസിൽ ഒരു ജഡ്ജി ഇങ്ങനെ പറയില്ല, ഒരിക്കലും പറയില്ല. എന്തെങ്കിലും ഒരു ഭാഗം ദിലീപിൻ്റെ ഭാഗത്തുണ്ടാകും. 8ാം പ്രതിയായി വന്ന ദിലീപിന് പറഞ്ഞു നിൽക്കാൻ, ഇപ്പോൾ ഗൗതം പറഞ്ഞ പോലെ ദിലീപിനെ തെളിയിക്കാൻ ഇത് ദിലീപ് ഒരു നിമിത്തമാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഗൂഢ പദ്ധതി കണ്ടുപിടിക്കാൻ ദിലീപ് ഒരു നിമിത്തമാകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ദിലീപിൻ്റെ സിനിമകൾ കാണുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല.